ഹായ് ഫ്രണ്ട്, ആദ്യമായിട്ടാണ് ഗോപ്രോയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ പിടിക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ഫോണിലാണ് വീഡിയോ ഒക്കെ പിടിച്ചേർന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗോപ്രോ ഭയങ്കര ക്ലാരിറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിന് പ്രത്യേകിച്ചൊരു മൈക്കൊന്നും വേണ്ട, സൂപ്പറാണ്, ക്ലിയർ ആണ്. പക്ഷെ ലൈറ്റ് ചെറുതായിട്ടൊരു മിന്നച്ചൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അടുത്ത് തന്നെ ഒരു ബുക്ക് വായിച്ചു. ആക്ച്വലി എനിക്ക് ബുക്ക് വായിക്കണ ശീലം കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ സീസണല്ല, പാർലറിലൊക്കെ ഓഫ് സീസണാണ്, അപ്പോൾ ഒരു ബുക്കൊക്കെ വായിച്ച് ഒരു ശീലമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബുക്ക് വായിച്ചത്. പിന്നെ അതുമല്ല, നമ്മുടെ ബ്യൂട്ടി പാർലർ പ്രൊഫഷണലിൽ നമ്മളുടെ അടുത്ത് എല്ലാവരും വരുമ്പോൾ വെറും ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനും ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനും, പിന്നെ അതായത് 1 മണിക്കൂർ, ഒരു 2 മണിക്കൂറൊക്കെയാണ് സാധാരണ ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ വലിയ വലിയ ലക്ഷറി പാർലറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ഹിന്ദിക്കാരായിരിക്കും, അല്ലെങ്കിൽ നേപ്പാളീസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ പാർലർ ഇപ്പോൾ ഈ ഒരു 35-36 വർഷമായിട്ട് ഞാൻ നടത്തുമ്പോൾ ഒരു അമ്മയാണ്. കാരണം വെച്ചാൽ റെഗുലറായിട്ട് കല്യാണത്തിന് മുമ്പേ പഠിക്കണ സമയത്ത് തൊട്ട് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോലും കുട്ടികളൊക്കെ ആയിട്ട് കൂടിയും എൻ്റെ അടുത്തേക്ക് നമ്മുടെ പാർലറിലേക്ക് വരും. അവരുടെ മക്കളെ പോലും ത്രെഡ് ചെയ്യാനും അവരുടെ മേക്കപ്പിനൊക്കെ വന്ന ഒരു പാർലറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെ ഒരു അമ്മയാണ്. അപ്പോൾ ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടിയോട് കൂടിയിട്ട് അവരുടെ ഒരു ഷെയറിങ് ചെയ്യാനുള്ള ഒരാളായിട്ടാണ്, അവരുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് കുറേ നമുക്ക് നല്ല നല്ല കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അവരുടെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഞാൻ തന്നെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചില സമയത്ത് ആലോചിക്കാറുണ്ട്, അവരുടെ എന്താ ഡിഫക്റ്റ്, എന്താ ഗുണം, ഇതെല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഏതൊരാൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ അവരുടെ നല്ലതും പൊട്ടിയും എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ എനിക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്, ഇതെല്ലാം ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അതേമാതിരി ഇപ്പോഴത്തെ ചില കുട്ടികൾ ഇങ്ങനെ അവർ എന്തെങ്കിലും 2-3 കാര്യം അവരുടെ പ്രൊഫഷണലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർ ഡെസ്പാവും. എനിക്ക് മാത്രം എന്താ, ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും അവർ ഡെസ്പാവും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ഇൻകം ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് തോന്നും എല്ലാ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ നല്ലതുള്ളൂ, അവർ കോടീശ്വരന്മാരാവുള്ളൂ, അല്ലെങ്കിൽ അവർക്കേ കാശുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഓരോ ധാരണകൾ എൻ്റെ അടുത്ത് പറയും. ഞാൻ മിണ്ടാതെ ഇതൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ കേട്ടിട്ട് ഞാൻ വിചാരിക്കും അവരുടെ തിങ്കിങ് മെൻറ്റാലിറ്റിയാണ് ഞാൻ നോക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണം. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയില്ല. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം തന്നെ തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അത് ശരിയായിട്ടും ക്ലാരിറ്റി ആയിട്ട് പറയണം. അല്ലാണ്ട് എന്തെങ്കിലും ഒരു വെറും അല്ലെങ്കിൽ പാഴ്വാക്ക് പറയരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ വായിക്കുക, വീഡിയോസ് കാണുക, അങ്ങനെ നല്ല വാല്യുബിൾ സംഭവങ്ങൾ മാത്രം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഉള്ള, എൻ്റെ സാറ് എപ്പോഴും പറയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടും പ്രൊഡക്ടിവിറ്റി ഉള്ള ബുക്ക് വായിക്കുക. അപ്പോഴാണ് നമുക്ക് നോളേജ് കൂടുക. ഏതൊരാൾക്കും ഏതൊരു പ്രായത്തിലും നമുക്ക് അപ്ഗ്രേഡ് ആവാനും വായിക്കാനും ഒന്നിനും ഒരു ലിമിറ്റേഷൻ ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രൊഫഷണലായാലും ശരി, നോളേജ് വൈസ് ആയാലും എഡ്യൂക്കേഷൻ വൈസ് ആയാലും ശരി, നമ്മൾ എപ്പോഴും അപ്ഗ്രേഡ് ആവണം. അത് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ദി സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് വായിച്ചു. അതേമാതിരി നമ്മൾ ആ ബുക്ക് വായിച്ചോട് കൂടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടു. ബിക്കോസ് എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി കൂടുതൽ അപ്ഗ്രേഡ് ആവണം, ഫ്ലുവൻസി ആവണം, ഇംഗ്ലീഷ് പറയണത് മനസ്സിലാക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഫ്ലുവൻസി ആവണം. ആരോട് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടെ നമ്മൾ തോൽക്കാണ്ട്. കാരണം വെച്ചാൽ മലയാളം ലാംഗ്വേജോ അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ഏതൊരു നമ്മൾ ഇൻ്റർനാഷണൽ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം നമുക്ക് ഏത് ആളോടും സംസാരിക്കുന്നതിന് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഞാൻ ആവണതും ഇംഗ്ലീഷ് വീഡിയോസ് കാണും, ഇംഗ്ലീഷ് മൂവീസ് കാണും. കാരണം വെച്ചാൽ ഞാൻ എന്നെ ഉയർത്താൻ അല്ലെങ്കിൽ വളർത്താൻ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ജോലിയുണ്ട്, ജോലി കളയാൻ ഷോപ്പുണ്ട്, അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സമയമില്ലാത്ത കാരണമാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആണ് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ. ബിക്കോസ് ലിസണിങ്
കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തും പഠിക്കാൻ എന്നും നമുക്ക് സാധിക്കും. അപ്പം ഞാൻ ആ മൂവി കണ്ടതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തിങ്ക് ചെയ്യണോ അതാണ് നമ്മുടെ ലൈഫിലാവുക. പക്ഷെ ബിലീവ് 100% ആവണം. നമ്മൾ എന്ത് മുറുക്കെ പിടിച്ചു. ഇപ്പം നമ്മൾ ഒരാൾക്ക് നെഗറ്റീവ് മാത്രം വരുന്നത്, ഇപ്പം ചില ആൾക്കാർക്ക് എപ്പോഴും പറയും എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും. അവരത് മാത്രമാണ് വെൽക്കം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയിൽ പോകുമ്പോൾ അവർ വിചാരിക്കുകയാണ് എനിക്കിപ്പോൾ ആക്സിഡൻ്റ് ആവും എന്ന് വിചാരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ 2 വീലർ ഓടിക്കാൻ പഠിക്കില്ല. കാരണം വെച്ചാൽ അയ്യോ 2 വീലർ ഭയങ്കര ഡേഞ്ചറാണ്, അത് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡൻ്റ് ആവും എന്ന് പറയും. അപ്പോൾ അവർ വണ്ടി ഓടിക്കുമ്പോൾ ഫുൾ അവരുടെ മൈൻഡിൽ ആക്സിഡൻറ്റിൻ്റെ ഒരു പിക്ചർ കൊടുക്കണു. അതേമാതിരി അവർ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു തിങ്കിങ് ആയേ കാരണം അവർ ആക്സിഡൻ്റ് ആയില്ലെങ്കിലേ അതിശയുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഓരോന്ന് പറയുമ്പോൾ, വായിക്കുമ്പോൾ, പിക്ചർ നോക്കുമ്പോൾ, ഫിലിം കാണുമ്പോൾ ഒക്കെ നമുക്ക് അതാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറച്ച ഒരു തീരുമാനത്തോട് ആയിക്കഴിഞ്ഞെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് നമ്മൾ കളയണം. ആവണതും നെഗറ്റീവ്സ് കാണാണ്ടിയും നെഗറ്റീവ്സ് പറയാണ്ടിയും തിങ്ക് ചെയ്യാണ്ടിയും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, അപ്പം ഈ രണ്ട് ഇപ്പം ദി സീക്രട്ട് മൂവിയിലായാലും ഈ ബുക്കിലും ആയാലും എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിക്കണോ അതാണ് നിങ്ങളുടെ ലൈഫെന്ന്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ പാർലർ ഈ കൊറോണയുടെ മുമ്പേ വളരെ ഈ സ്ഥലം തന്നെ ഇത് തന്നെയായിരുന്നു, പക്ഷെ വളരെ ചെറിയൊരു പാർലറായിരുന്നു. വെറും ആദ്യം ഞാൻ ഒരു കർട്ടൻ കൊണ്ടാണ് ഞാൻ ഒരു ബുട്ടിക്കും പാർലറും ഇട്ടുണ്ടായിരുന്നത്. വളരെ ചെറുത് പറഞ്ഞാൽ ഭയങ്കര ചെറുതായിരുന്നു. കാരണം എൻ്റെ കപ്പാസിറ്റിക്ക് അന്ന് അത്രേ പറ്റിയായിരുന്നുള്ളൂ, ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ ആയിപ്പോൾ 2 വർഷം പാർലറൊക്കെ അടച്ച് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എല്ലാം 2 വർഷം നമ്മുടെ അടച്ചു പൂട്ടിയപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല്, പിന്നെ അതേമാതിരി ആകെ എന്താ ശോകനീയാവസ്ഥ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കാരണം കസ്റ്റമറൊക്കെ പോയിട്ടായിരുന്നു കൊറോണയായിട്ട്, അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ദൈവമേ എനിക്ക് ഒരു ലക്ഷറി പാർലറൊക്കെ ഇടാൻ പറ്റുമോ? ഞാൻ എപ്പോഴും അതിനെക്കുറിച്ചിട്ടാണ് ചിന്തിച്ചായിരുന്നത്, എനിക്കൊരു ലക്ഷറി പാർലർ ഇടണം എന്നൊക്കെ. മേ ബി എനിക്ക് അന്ന് സാധിക്കാമായിരുന്നു, പക്ഷെ എൻ്റെ ഒരു മൈൻഡ് വിചാരിക്കുന്നു ലക്ഷറി പാർലറൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഇതന്നെ ചിന്തിച്ചായിരുന്നു, എനിക്കൊരു ലക്ഷറി പാർലർ ഇടണം നല്ലൊരു പാർലറെന്ന്. അപ്പോൾ ടച്ച് വുഡ് എനിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ 2 പേരും കൺസ്ട്രക്ഷനിൽ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അവരാണ് പറയുന്നത്, മമ്മിക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുത്തേ ഉള്ളൂ, എനിക്കൊരു നല്ലൊരു പാർലർ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്ന്. എൻ്റെ വായന്ന് പോലല്ല, എൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും റെഡിയായിട്ട് എനിക്ക് ഇത്ര ബ്യൂട്ടിഫുള്ളും ഞാൻ എന്ത് സ്വപ്നം കാണുന്നതിൻ്റെ അതിനെക്കാട്ടിലും മേലെ എനിക്കൊരു പാർലർ സെറ്റ് ചെയ്തു. ഈ നിമിഷം വരയ്ക്ക് എൻ്റെ പാർലറിൽ ആര് വന്നാലും പറയും നല്ല ബ്യൂട്ടിഫുൾ പാർലറാണ്, നല്ല പോസിറ്റീവ് വൈബാണ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ അത് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. അതേമാതിരി തന്നെ ഞാൻ എൻ്റെ മക്കളിലെയൊക്കെ നല്ല രീതിക്ക് കല്യാണം കഴിക്കണം, നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ കണ്ണിൽ കാണണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതേമാതിരി എൻ്റെ ഡുണ്ടുമോൻ ഇതൊക്കെ ഞാൻ മുമ്പേ തന്നെ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അവരെ കാണാൻ. അപ്പോൾ നമ്മളതെ തന്നെ ഒരു ആണും ഒരു പെൺകുട്ടിയും 2 പേരിനെയും സ്നേഹിക്കാൻ കിട്ടി. ഇതൊക്കെ എൻ്റെ ഒരു ഇമാജിനായിരുന്നു. അതേമാതിരി ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോൾ ഞാൻ രാത്രിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് പോണത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഈ പ്ലെയിനിലൊക്കെ ആരാ പോണേ, എവിടേക്കാണ് ഈ പ്ലെയിനൊക്കെ ഉണ്ടാവുക, അതിലിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. ഇപ്പോൾ ദൈവം എനിക്ക് അതും, ഞാൻ ചൈനയിൽ പോയിട്ട് വന്നു, എനിക്ക് ഫ്ലൈറ്റിലേക്ക് പോകാൻ പറ്റി. അതേമാതിരി പെട്ടെന്ന് എനിക്കൊരു ബോംബെക്ക് പോകുമ്പോൾ ഞാൻ ഫ്ലൈറ്റിലാണ് പോയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് തന്നെ എപ്പോഴും ചിന്തിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ സാധിച്ചു. അപ്പോൾ അതേമാതിരി എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് പറയും, എനിക്ക് ആവുമോ, ഞാനും സക്സസ്ഫുൾ ആവുമോ, നിങ്ങളെങ്ങനെ സക്സസ്ഫുൾ ആയി എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ എന്നെ അറിയണ ആൾക്കാരെ അറിയാം, ഞാൻ ആദ്യം എങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ പ്രൊഫഷണൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, അന്ന് ഞാൻ എങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എന്നെ അറിയണ ആൾക്കാർക്ക് അറിയാം. എന്നെ അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടാണ് ഞാൻ പറയണത്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മേ ബി നമ്മുടെ ലൈഫിൽ കുറച്ച് സ്ട്രഗിളൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ ആ സ്ട്രഗിള് കുറച്ച് നേരം
ആയി കഴിഞ്ഞാൽ അത് പോയിരിക്കും. എപ്പോഴും രാത്രി ഒരാളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ലൈഫിൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ നിമിഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അതും ഓവർകം ചെയ്തിട്ട് നല്ലത് ചിന്തിക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്യണതിൻ്റെ ഇരട്ടി, അതായത് ടോപ്പ് ലെവലിൽ ആരാ നിൽക്കണമെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇതൊക്കെ ഡ്രീം കാണാൻ, എനിക്കും ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആവാൻ പറ്റും എന്ന് നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി, പള്ളിയിലായാലും ശരി, മുസ്ലിം പള്ളിയിലായാലും ശരി, എവിടെ പോവുകയാണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതേമാതിരി നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം വെച്ചാൽ നമ്മളുടെ കൂടെയും എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. ബിക്കോസ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കടം, അതേമാതിരി ജപ്തി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് അവർ ഭയങ്കര റിച്ച് ആയിരുന്നു. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ കാശിൻ്റെ അവിടെ ഫിക്സ് ഇട്ടു, ഇവിടെ ഫിക്സ് ഇട്ടു, അങ്ങനത്തെ കാര്യം പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല നല്ല ഫിക്സ് ഇട്ടതാണ്, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതേമാതിരി എല്ലാവരും സന്തോഷ വാക്കുകൾ, ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട്, സങ്കടപ്പെടാണ്ട് നല്ല വാക്കുകൾ എല്ലാവർക്കും നടക്കട്ടെ, നല്ലത് എല്ലാവരും വീട്ടിൽ നടക്കട്ടെ, എല്ലാവരും ലൈഫ് നന്നായിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. നമുക്കും അതുപോലെ നല്ലത് വരും എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ട് ദി സീക്രട്ട് മൂവി ആയിട്ട് കാണാൻ പറ്റണ ഒരു മൂവി ആയിട്ട് കാണുക, അല്ലെങ്കിൽ ആ ബുക്ക് വായിക്കുക. പിന്നെ നമുക്ക് എന്തായാലും നല്ലതേ നടക്കുള്ളൂ. ദ ലോ ഓഫ് അട്രാക്ഷൻ ഒരു ബുക്ക് ഉണ്ട്, അതും സെയിം ഇതന്നെ. നമ്മൾ എന്ത് ചിന്തിച്ചു അതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം. അതേമാതിരി ഈ വീഡിയോ എത്ര ക്ലിയർ ആണ് ഞാൻ ഗോപ്രോ എന്ന് എടുത്തത്, ഇതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.